അപ്പോൾ നമുക്കിന്നൊരു വീട് പരിചയപ്പെടാം. എൻ്റെ വീടാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ വീടല്ല, നമ്മുടെ സ്വന്തം വീട് പോലെ തന്നെ. ഇത് ഈ വീട് വന്നിട്ട് കുമളിയിലാണുള്ളത്. ഞങ്ങൾ വാഗമൺ പോയി വന്ന ശേഷം വരുന്ന വഴിക്ക് ഇങ്ങനെ വേഗന്നൊരു ആലോചന വന്നു, നമ്മൾക്ക് തേക്കടിയിലൊന്ന് സ്റ്റേ ചെയ്താലോ എന്ന്. അപ്പോൾ വേഗം മോള് ആപ്പിൽ കൂടെ കണ്ടെടുത്ത വീടാണ്. സൂപ്പർ 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 വീട്, ഒന്നും പറയാനില്ല. അടിപൊളി 2 നില കെട്ടിടമാണ്. സൂപ്പർ വീടാണ്, നല്ല ആംബിയൻസ് ആണ്. എപ്പോൾ വിളിച്ചാലും ഓടി വരാവുന്ന ഒരു ചേട്ടനുണ്ട്, നമ്മുടെ ജനാർദ്ദനൻ ചേട്ടൻ. പിന്നെ ഇതിൻ്റെ ശരിക്കുള്ള ഓണർ ബാംഗ്ലൂരാണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഡോറാണ് കേട്ടോ. ഇങ്ങനെ ഡോറ് തുറക്കില്ല. ഇവിടെ ഒരു കള്ളി കാണുന്നില്ലേ, അതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ പുറത്ത് ആരാണ് നിൽക്കുന്നതെന്നറിയാം. ഇപ്പോൾ ഉള്ള കാലത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ ഡോറ് തുറന്ന് നമുക്ക് ആളെ ബോധ്യമായതിന് ശേഷം നമുക്ക് കതവ് തുറന്നാൽ മതി, അല്ലെങ്കിൽ അതുവഴി കൂടെ നമുക്ക് സംസാരിച്ചാൽ മതി. കയറി വരുന്നത് അതിവിശാലമായ ഒരു ഹാളാണ്. നല്ല നല്ല എന്താ പറയുന്നത്, ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ഫോട്ടോയൊക്കെ വെച്ച് അവർ നല്ല ഭംഗിയായിട്ട്, നമ്മുടെ സ്വന്തം വീട് ചിലപ്പോൾ ഇത്രയും വൃത്തിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതുപോലെ നീറ്റായിട്ടാണ് അവർ ആ വീട് ഇട്ടേക്കുന്നത്. ടോയ്ലറ്റ് ഒന്നും പറയാനില്ല, സൂപ്പർ ടോയ്ലറ്റ്. അതായത് ആ വീടിൻ്റെ ഡെക്കറേഷനാണ് കൊടുക്കുന്നത്. നമുക്ക് ഒരു മുറിയിൽ സാധാരണ ഒരു കട്ടിൽ, ഒരു അലമാര, പിന്നെ ഒരു ടേബിൾ ഒക്കെ ഇടാനുള്ള എല്ലാ സൗകര്യങ്ങളും ആ മുറിയിലുണ്ട്. എല്ലാ ബാത്റൂമും അറ്റാച്ച് ബാത്റൂമുകളാണ്. നല്ല വീതി നീളമൊക്കെയുള്ള നല്ലത്. ഇത് വിൽക്കാനുള്ള വീടല്ല കേട്ടോ. ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് തോന്നിയത് വിൽക്കാനുള്ളതല്ല. അവർ അത് പണിഞ്ഞ് ഇങ്ങനെ 1 വർഷം ആയതേ ഉള്ളൂ, അതിൻ്റെ പാല് കാച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ അവരിങ്ങനെ പണിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ആരും താമസമില്ലാത്തതുകൊണ്ടിട്ട് അവരത് ഇങ്ങനെ, നമ്മളിപ്പോൾ അത്യാവശ്യം ഒന്ന് പോയിട്ട് വരുന്നവർക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു രാത്രി ഒന്ന് അന്തി ഉറങ്ങണം, അല്ലെ 2 ദിവസം ഒന്ന് നിൽക്കണം, അല്ലെ 2-3 ദിവസം നമ്മൾ ഈ ജോലിയും തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും, നമുക്ക് ഒന്ന് ഫ്രീ ആകണം, ഒന്ന് നമ്മുടെ മൈൻഡ് ഒന്ന് ക്ലിയർ ആകണം. അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മുടെ നാട്ടിലോട്ടൊന്ന് പോകും. വീട്ടിൽ നിൽക്കുന്നതിലും നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോയി നിൽക്കുന്നതാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം തോന്നുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പോയി എടുക്കാൻ പറ്റിയൊരു വീടാണ്. ആംബിയൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ ഒന്നും പറയാനില്ല. അതിൻ്റെ ബാക്കിലോട്ട് നല്ല കാടും കിളികളുടെയും പക്ഷികളും കിളികളും ഒന്നും പറയണ്ട. എൻ്റെ പൊന്നെ, നിങ്ങളൊന്ന് പോയി നോക്കുക. നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും അതുവഴി പോകുന്ന സമയത്ത് പോയാൽ മതി. പിന്നെ അവിടുത്തെ കിച്ചൺ ഒന്നും പറയാനില്ല, സൂപ്പർ 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 ഓപ്പൺ കിച്ചണാണ്. ഡൈനിങ് ടേബിൾ ആണെങ്കിലും തൊട്ടടുക്ക തന്നെയാണ് ഉള്ളത്, എങ്ങും പോകണ്ട. പിന്നെ ഇപ്പുറത്തൊരു കിച്ചണുണ്ട്, അത് ചുമ്മാ വാഷിംഗ് മെഷീൻ. അതുപോലെ നമ്മൾ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്. ഇന്ന് 2-3 ദിവസം നമുക്ക് താമസിക്കാന്ന് വെച്ചാൽ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ ഒക്കെ ഉണ്ട് അവിടെ. എല്ലാ പാത്രങ്ങളും കാര്യങ്ങളും ഉണ്ട്. നിങ്ങളങ്ങ് ചെന്നാൽ മാത്രം മതി. സാധനം മേടിക്കണം കേട്ടോ കുക്ക് ചെയ്യാനായിട്ട്, അവരതൊന്നും കൊണ്ട് തരത്തില്ല. പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അവർ കൊണ്ടുതരും കേട്ടോ. നല്ല അടിപൊളി വീട്. നമുക്ക് ഇഷ്ടമുള്ളത് കുക്ക് ചെയ്ത്, ഇപ്പോൾ ബാച്ചിലേഴ്സ് ആണെങ്കിലും ഫാമിലീസ് 2-3 ഫാമിലീസ്, അല്ലെ വീട്ടിലുള്ള അച്ഛൻ അമ്മ പ്രായം ചെന്നവർ, ഇവരൊക്കെ കൂടെ നമുക്ക് കൂട്ടിയിട്ട് പോയാലും നമുക്ക് തനിയെ കുക്ക് ചെയ്ത് കഴിക്കാവുന്ന രീതിയിലാണ് എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒന്നും പറയാനില്ല, സൂപ്പർ 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 വീട്. സത്യമായിട്ട് കേട്ടോ, ആ വീട് ഇങ്ങനെ കണ്ടപ്പോഴും മനസ്സിലിങ്ങനെ ഒരു ആലോചന വന്നു, നമ്മളിനി വെക്കാൻ പോണ വീട് അങ്ങനത്തെയാണോ ആയിക്കൂടെ എന്ന്. നല്ല വീടാട്ടോ, ഒരുപാട് ഇഷ്ടമായി എല്ലാവർക്കും, ചേച്ചിക്കും ചേട്ടനും മക്കൾക്കും എല്ലാവർക്കും. ചേട്ടനാണ് ഒരുപാട് ഇഷ്ടമായി. നല്ല സൂപ്പർ വീടാട്ടോ. ഞങ്ങൾ അപ്പം തന്നെ പുള്ളിക്കാരന് കോൾ ചെയ്ത് സംസാരിച്ചതിന് ശരിക്കുള്ള ഓണർക്ക്. പുള്ളി ബാംഗ്ലൂരാണുള്ളത്. പുള്ളിയുടെ പേര് മനോജ്. പിന്നെ നോക്കുന്ന ചേട്ടൻ്റെ പേര് ജനാർദ്ദനൻ. അവർ തമ്മിലുള്ള റിലേഷനൊന്നും നമുക്കറിയില്ല. എനിവേ ഞാനിതിൽ 2 പേരുടെ നമ്പർ കൊടുത്തേക്കാം. പിന്നെ മേളിലത്തെ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് നല്ല വ്യൂ ആണ്. അവിടെ നേരെ കാണുന്ന വലിയൊരു പള്ളിയാണുള്ളത്. നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലമാണത്. ബാക്കിലോട്ടാണെങ്കിലും ഫ്രണ്ടിലോട്ടാണെങ്കിലും സൂപ്പർ. പിന്നെ അയൽവക്കത്തൊക്കെ ഇച്ചിരി അങ്ങോട്ട് മാറി, തൊട്ട് വീടുകളില്ല, കുറച്ച് അങ്ങോട്ട് മാറി വീടുകളൊക്കെയുണ്ട്. പിന്നെന്തോ ഫാക്ടറികളൊന്നും, എന്തായാലും ഒന്നും പറയാനില്ല കേട്ടോ. നല്ല അടിപൊളി വീടാണ്. ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ഉണ്ട് കേട്ടോ, അതാണ് ഒന്നും പറയാൻ പറ്റാത്തത്. എനിക്ക് ഒരു വീട്ടിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എവിടെയാണ്, നമ്മുടെ കിച്ചണല്ലേ.
കിച്ചണ്, പൂജാമുറി. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി ഇഷ്ടമാണ്, ബാൽക്കണി. എവിടെയാണെന്നറിയോ? നമ്മൾക്ക് തുണി അലക്കിയിടാനും പിന്നെ മുളക്, മല്ലി, അരി, നമ്മൾ ലേഡീസല്ലേ, നമുക്ക് അങ്ങനെയൊക്കെ ഒരു തോന്നൂലേ, അതൊക്കെ ഉണക്കാൻ പറ്റിയ സ്ഥലമാണ്. മേടിക്കാൻ വന്നതല്ല കേട്ടോ, നമ്മൾ വാടകയ്ക്ക് എടുക്കാൻ വന്നതാണ്. അതായത് ഒരു ദിവസത്തേക്ക് മാത്രം, അല്ലാതെ ഒരുപാട് ദിവസത്തേക്കില്ല. ഞങ്ങൾ ഒരൊറ്റ ദിവസം നിന്നുള്ളൂ. അടിപൊളി വീടാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതുപോലെ പോയി ഒരു ദിവസം സ്റ്റേ ചെയ്യണം, നമുക്കൊന്ന് ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ, നമുക്ക് നാട്ടിലാണെങ്കിൽ അത് നമുക്ക് ഈ വീട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിരിക്കും. നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാം, ആടാം, പാടാം, ഡാൻസ് കളിക്കാം. ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. നല്ല അടിപൊളി വീട്. അപ്പം നിങ്ങൾ ആരെങ്കിലും കുമളിയിലോ തേക്കടിയിലോ പോകുന്നുണ്ടെങ്കിൽ ഈ വീട്ടിലെ നമ്പർ ഞാൻ കൊടുക്കട്ടെ. ആ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും, പിന്നെ നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാം ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. നമ്പർ ഞാൻ ഇതിലേക്ക് സേവ് ചെയ്യാവുന്നതാണ്.